മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ഈ 30 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ 2 കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ലൂസിഫറിനെ സംബന്ധിക്കുന്ന ഈ 30 ചോദ്യങ്ങൾ വെറും ചോദ്യങ്ങളല്ല, മറിച്ച് ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള ചരിത്രത്തിലേക്കുള്ള വാതിലുകളാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢതകളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ പഠനം നമ്മെ സഹായിക്കും. അതിലുപരിയായി ഒരു പരീക്ഷകൻ എന്ന നിലയിൽ അവൻ നമ്മെ വീഴ്ത്തുവാനൊരുക്കുന്ന കെണികളെ തിരിച്ചറിയാനും അവയിൽ അകപ്പെടാതെ മുൻകരുതലുള്ളവരായിരിക്കാനും ഈ അറിവ് നമുക്ക് കരുത്തേകും. പരീക്ഷകളിൽ തോറ്റുപോകാതെ വിശ്വസ്തയോടെ നിലകൊള്ളാൻ നാം ഓരോരുത്തരും സജ്ജരാകേണ്ടതുണ്ട്. ബൈബിൾ വിജ്ഞാനകോശം പരമ്പരയുടെ 7ാമത്തെ അധ്യായത്തിൽ ലൂസിഫറിന്റെ വീഴ്ചയും അതിന്റെ കാരണങ്ങളും നമുക്കുള്ള മുന്നറിയിപ്പുകളും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൃഷ്ടിയായ ലൂസിഫറിന് ഒരു തുടക്കമുണ്ടായിരുന്നു. അവന്റെ പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ഒടുക്കവുമുണ്ട്. ഈ യാഥാർത്ഥ്യം മനുഷ്യരാശിയെ ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ ഇന്നും മനുഷ്യചിന്തകളിൽ ഒരു സമസ്യയായി തുടരുന്ന ചില ചോദ്യങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം തേടിയുള്ള യാത്രയാണ് നമ്മുടെ വരും എപ്പിസോഡുകൾ. 1ാമത്തെ ചോദ്യം: പിശാച് അഥവാ സാത്താൻ എന്ന കൺസെപ്റ്റ് ബൈബിളിലുണ്ടോ? ഇങ്ങനെയൊന്നില്ല എന്ന് നിരീശ്വരവാദികളും ഭൗതികവാദികളും പറയുന്നുണ്ടല്ലോ. സാത്താൻ എന്നത് ഒരു കെട്ടുകഥയാണോ? 2ാമത്തെ ചോദ്യം: വിശുദ്ധ ബൈബിളിലെ 2 പ്രവചനങ്ങളെ മുൻനിർത്തി ഒരു തർക്കം നിലനിൽക്കുന്നു. യെശയ്യാവ് 14 പറയുന്ന അരുണോദയപുത്രനായ ലൂസിഫറും യെഹെസ്കേൽ 28 വിവരിക്കുന്ന ഏദനിലെ അഭിഷിക്തനായ കെരൂബും 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണെന്ന് ചിലർ വാദിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിച്ചിരുന്ന അഗ്നിമയ ശിലകൾക്കിടയിലൂടെ സഞ്ചരിച്ചിരുന്ന ആ തേജസ്സുള്ള കെരൂബും സ്വർഗത്തിൽ നിന്ന് വീണുപോയ ലൂസിഫറും ഒരാൾ തന്നെയാണോ? ഇവ രണ്ടും ഒരാളാണെന്ന് ഉറപ്പിച്ചു പറയാൻ ബൈബിൾ നൽകുന്ന തെളിവുകൾ എന്തെല്ലാമാണ്? 3ാമത്തെ ചോദ്യം: ലൂസിഫർ ആരാണ്? ആ പേരിന്റെ അർത്ഥം എന്താണ്? 4ാമത്തെ ചോദ്യം: ലൂസിഫർ സൃഷ്ടിയാണോ? അതായത് സൃഷ്ടിക്കപ്പെട്ടവനാണോ? 5ാമത്തെ ചോദ്യം: എങ്ങനെയാണ് ലൂസിഫർ സൃഷ്ടിക്കപ്പെട്ടത്? 6ാമത്തെ ചോദ്യം: എന്തിനുവേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്? 7ാമത്തെ ചോദ്യം: എന്തെല്ലാമായിരുന്നു അവന്റെ ചുമതലകൾ? 8ാമത്തെ ചോദ്യം: അവന്റെ താമസം എവിടെയായിരുന്നു? 9ാമത്തെ ചോദ്യം: അവന്റെ ഉന്നതസ്ഥാനം സംബന്ധിച്ച വിവരങ്ങൾ എന്തെല്ലാം? 10ാമത്തെ ചോദ്യം: എന്തുകൊണ്ടാണ് അവന് സ്വസ്ഥാനം നഷ്ടമായത്? 11ാമത്തെ ചോദ്യം: ലൂസിഫറിനെ അവന്റെ വീഴ്ചയ്ക്ക് ശേഷം പിശാച്, സാത്താൻ, പഴയ പാമ്പ്, മഹാസർപ്പം എന്നിങ്ങനെ വിളിക്കാൻ കാരണമെന്ത്? 12ാമത്തെ ചോദ്യം: ഇപ്പോൾ അവൻ എവിടെയാണ്? 13ാമത്തെ ചോദ്യം: ഇപ്പോൾ അവന്റെ ജോലി എന്താണ്? 14ാമത്തെ ചോദ്യം: ലൂസിഫർ നശിപ്പിച്ചിട്ടുള്ള ബൈബിൾ വ്യക്തികൾ ആരെല്ലാം? 15ാമത്തെ ചോദ്യം: ഓരോരുത്തരെയും നശിപ്പിക്കുവാൻ അവൻ സ്വീകരിച്ച തന്ത്രങ്ങൾ എന്തെല്ലാം? 16ാമത്തെ ചോദ്യം: ലൂസിഫറിന് മാനസാന്തരത്തിന് അവസരമുണ്ടോ? 17ാമത്തെ ചോദ്യം: ലൂസിഫറിന്റെ ആഗ്രഹമെന്ത്? 18ാമത്തെ ചോദ്യം: ലൂസിഫർ ഈ ഭൂമിയിൽ സർവതന്ത്ര സ്വതന്ത്രനായി അഴിഞ്ഞാടുന്ന കാലഘട്ടം ഏത്? 19ാമത്തെ ചോദ്യം: ലൂസിഫർ ഇന്നും അന്യദേവന്മാരുടെ പേരിൽ മനുഷ്യരുടെ ആരാധന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? 20ാമത്തെ ചോദ്യം: പിശാചിനെ ഇപ്പോഴേ ദൈവം നശിപ്പിച്ചുകളയാത്തത് എന്തുകൊണ്ട്? 21ാമത്തെ ചോദ്യം: ലൂസിഫറിന് ഫ്രീവിൽ അഥവാ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നോ? 22ാമത്തെ ചോദ്യം:
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ സഭാകാലത്തിൽ, ലൂസിഫറിന്റെ പ്രവർത്തനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തടുക്കുന്നുണ്ടോ, നിയന്ത്രിക്കുന്നുണ്ടോ? 23-ാമത്തെ ചോദ്യം. ലൂസിഫർ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. അവന് ദുഷ്ടൻ, കുലപാതകൻ, അപവാദി തുടങ്ങിയ നിരവധി പേരുകളുണ്ടോ? 24-ാമത്തെ ചോദ്യം. ലൂസിഫർ ആത്മാവാണോ, അതായത് സ്പിരിറ്റ് ബീയിങ്? സ്പിരിറ്റ് ബീയിങ് ആയിരുന്നെങ്കിൽ അക്ഷരീകമായ ഭൂമിയിലോ അക്ഷരീകമായ ഏദൻ തോട്ടത്തിലോ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രീ അഡാമിക് എർത്തിൽ, അതായത് ആദമിനു മുമ്പുണ്ടായിരുന്ന ഭൂമിയിൽ ദൂതന്മാർ വസിച്ചിരുന്നുവെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് വാസ്തവമാണോ? 25-ാമത്തെ ചോദ്യം. ദൂതന്മാരെ സംബന്ധിച്ച് അവർ ഭൂമിയിൽ പണിയെടുക്കുന്നില്ല, വീട് വയ്ക്കുന്നില്ല, കൃഷി ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അവർക്ക് താമസിക്കുവാൻ പ്രീ ആദമി എർത്ത് നൽകിയെന്ന് വാദിക്കുന്നത്? 26-ാമത്തെ ചോദ്യം. യെശയ്യാവ് 14-ാം അധ്യായത്തിൽ ബാബേൽ രാജാവിനെക്കുറിച്ചും യെഹെസ്കേൽ 28-ാം അധ്യായത്തിൽ സോർ രാജാവിനെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവ രണ്ടും പിശാചിനെക്കുറിച്ചോ സാത്താനെക്കുറിച്ചോ അല്ല എന്ന വാദമുണ്ടല്ലോ, ശരിയാണോ? 27-ാമത്തെ ചോദ്യം. ലൂസിഫറിന് ജാതിയും മതവും ഭാഷയും ദേശവും വ്യത്യാസമില്ല, സകല മനുഷ്യരെയും പാപത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പിശാചിന് ലോകത്തിലുള്ള എല്ലാ ഭാഷയും അറിയാമോ? റഷ്യക്കാരനോട് റഷ്യൻ ഭാഷയിലും ചൈനക്കാരനോട് ചൈനീസ് ഭാഷയിലും ആഫ്രിക്കൻസിനോട് ആഫ്രിക്കൻ ഭാഷയിലും കേരളത്തിലുള്ളവരോട് മലയാളത്തിലും അമേരിക്കൻസിനോട് ഇംഗ്ലീഷിലും ഇങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കാൻ സാത്താൻ അറിയാമോ? 28-ാമത്തെ ചോദ്യം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു എന്ന ബൈബിൾ വചനം എവിടെയാണ്? ഇതിന്റെ അർത്ഥമെന്താണ്? ഏത് സന്ദർഭത്തിലാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്? 29-ാമത്തെ ചോദ്യം. ലൂസിഫറിനെ 1000 വർഷത്തേക്ക് അഗാധകൂപത്തിൽ തടവിലാക്കി ചങ്ങലക്കിടുന്നത് എപ്പോഴാണ്? എന്തിനാണ് 1000 വർഷത്തേക്ക് ചങ്ങലക്കിടുന്നത്? 30-ാമത്തെ ചോദ്യം. ലൂസിഫറിന്റെ അന്ത്യമെന്ത്? ഈ 30 ചോദ്യങ്ങൾക്കുള്ള ആഴമേറിയ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും കാണാം. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മരണത്തിനധികാരിയാം സാത്താനേ, മരണത്താൽ നീക്കിതൻ ജീവൻ തന്നു. മരണത്തിനധികാരിയാം സാത്താനേ, മരണത്താൽ നീക്കിതൻ ജീവൻ തന്നു. മൃത്യുവിൻ ശക്തിയേക്കാൾ കീഴാക്കി ഞാനും മാറിയിടും അക്ഷയനായി. മൃത്യുവിൻ ശക്തിയേക്കാൾ കീഴാക്കി ഞാനും മാറിയിടും അക്ഷയനായി. ജീവന്റെ പുതുക്കത്തിൽ നടന്നിടുവാൻ ജീവനാൽ നിറയ്ക്കണമേ. ജീവന്റെ പുതുക്കത്തിൽ നടന്നിടുവാൻ ജീവനാൽ നിറയ്ക്കണമേ. ജീവജലനദിയായി എന്നിൽ നിന്നും സ്നേഹം കവിഞ്ഞിടുവാൻ. ജീവജലനദിയായി എന്നിൽ നിന്നും സ്നേഹം കവിഞ്ഞിടുവാൻ.